അളിയന് കുറച്ച് കൂണ് കിട്ടി, കുറച്ച് നമുക്ക് നന്നു കിട്ടി. എല്ലാവരും ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുക. നമ്മളിന്ന് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്കിത് ക്ലീൻ ആക്കണം. നല്ല ചെളിയുണ്ട് അവിടെ, നമുക്ക് മര്യാദയ്ക്ക് ഇത് ക്ലീൻ ചെയ്ത് വെക്കണം. എന്നെ സഹായിക്കാൻ അമ്മ വന്നിട്ടുണ്ട്. ശരിക്കും അമ്മേനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അമ്മയാണ് നിന്റെ മെയിൻ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ കൊടുക്കുന്നില്ല, പക്ഷെ അമ്മേനെ സഹായിക്കണം. ബാ. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വൃത്തിയാക്കി കിട്ടിയ ഏകദേശം കേട്ടോ. ഇത് മുട്ടായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പം വൃത്തിയാക്കാൻ വേണ്ടി. ഗിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം നല്ല മണ്ണെല്ലാം പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു റൗണ്ട് വൃത്തിയാക്കൽ കഴിഞ്ഞ് ഇപ്പോൾ കല്ലുപ്പ് മഞ്ഞളെടുത്ത് ഒന്നും കൂടി വൃത്തിയാക്കാം. വൃത്തിയാക്കി വെച്ച കൂണ് നമുക്ക് ഇനി പീസാക്കി മാറ്റാം. അമ്മ ഇവിടെ റെഡി കേട്ടോ. അമ്മ അവിടെ കൂണ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ സെറ്റാക്കി എടുക്കാം. വെളുത്തുള്ളി നമ്മൾ നല്ലോണം തൊലി കളയുന്നില്ല, ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉടച്ചിടുന്ന കേട്ടോ. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനി ചേരുവളം ചേർക്കുന്ന അമ്മയായിരിക്കും. അമ്മയാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഒരാൾ തന്നെ ചേരുവ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അമ്മയാണ് ഇതിൻ്റെ മെയിൻ, അറിയാലോ. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇനി അമ്മക്ക് വിട്ടുകൊടുക്കും. ഇനി ചെറിയൊരു ഹെൽപ്പ് മാത്രമേ നമ്മളെ ഭാഗത്തുണ്ടാവും. ഇനി അത് കുറച്ച് നേരം ഉപ്പും മഞ്ഞളും പിടിപ്പിച്ചിട്ട് ഇനി അത് പൊരിക്കണം. പൊരിച്ചെടുത്തിട്ടാണ് ഇനി അച്ചാറാക്കി മാറ്റാൻ വേണ്ടി. ഇനി നമുക്ക് കൂണൊന്ന് പൊരിച്ചെടുക്കണം. അതായത് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, ഇനി അതിലേക്ക് നമുക്ക് കൂണിടാം. ഏകദേശം ഇത് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ കൂണ് പൊരിച്ച് അതേ എണ്ണയിലിട്ട് തന്നെ നമുക്ക് കടുക് താഴ്ച വെക്കണം. ഇഞ്ചി കുരുമുളക് എല്ലാം ഒരു ഉപഹാരം അമ്മയ്ക്കിനി കൊടുക്കുന്ന. അമ്മയാണ് ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇടുന്നുണ്ടാ. ഏറ്റവും അവസാനത്തെ ഐറ്റമായ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി വെച്ച് നോക്കാം. വിനാഗിരിയൊക്കെ വെച്ച് ഏകദേശം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങോട്ട് വാ, അതിൻ്റെ കളർ നോക്കി നല്ല അടിപൊളി നല്ല കളറിലേക്ക് വന്നിട്ടുണ്ട് അച്ചാർ. അച്ചാറുണ്ടാക്കിയ മെയിൻ ചെഫ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും. അഭിപ്രായങ്ങളൊന്നുമില്ല, ചിരി മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂണച്ചാർ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം. പുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ഉറങ്ങി. എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. അടിപൊളി കേട്ടോ. നമുക്ക് വേറെ കറിയില്ലെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൂണച്ചാർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂണ് കിട്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അച്ചാർ. ഓക്കെ.